വിശുദ്ധ യൗസേപ്പിന്റെ വണക്കമാസം 31-ാം തീയതി. മാർ യൗസേപ്പിന്റെ നേരെയുള്ള യഥാർത്ഥ ഭക്തി. ഭക്തിയുടെ കാതൽ അനുകരണത്തിലും പ്രതിഷ്ഠയിലുമാണത്രേ. വേദപരംഗതനായ വിശുദ്ധ തോമസ് അക്വീനാസിന്റെ അഭിമതം നമുക്ക് ഏതെങ്കിലും വിശുദ്ധനോടോ അഥവാ വിശുദ്ധയോടോ ഉള്ള ഭക്തി പ്രകടിപ്പിക്കേണ്ടത് ആ വിശുദ്ധനെ അനുകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടുമാണ്. ഈശോ മിശിഹായുടെ വളർത്തുപിതാവ് ദൈവജനയുടെ വിരക്ത ഭർത്താവുമായ മാർ യൗസേപ്പിനോടുള്ള നമ്മുടെ ഭക്തിയും നാം പ്രകടിപ്പിക്കേണ്ടത് ആ വന്യപിതാവിനെ അനുകരിച്ചും അദ്ദേഹത്തിന്റെ സേവനത്തിനായി നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടും അത്രേ. മാർ യൗസേപ്പ് ദൈവസ്നേഹത്തിനും മിശിഹാനുകരണത്തിനും നമ്മുടെ ഉത്തമ മാതൃകയാണ്. ദൈവപിതാവിന്റെ ഹിതം നിർവർത്തിക്കുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡം. നമ്മുടെ വന്യപിതാവ് ദൈവതിരുമനസ് നിവർത്തിക്കുന്നതിൽ സർവദാ ജാഗരൂകനായിരുന്നു. ഏത് ജീവിതാന്തസ്സുകാർക്കും അദ്ദേഹം മാതൃകാ പുരുഷനത്രേ. വൈദികരും സന്യാസികളും പിതാവിന്റെ മാതൃക അനുകരിക്കണം. കുടുംബജീവിതം നയിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും ഉത്തമ മാതൃക മാർ യൗസേപ്പിൽ കാണുന്നതാണ്. ഒരു ക്രിസ്ത്യാനി എപ്രകാരമാണ് ഉത്തമമായ വിധം ക്രിസ്തുവിനെ തൻ്റെ ജീവിതമണ്ഡലങ്ങളിൽ സംവഹിക്കേണ്ടതെന്ന് മാർ യൗസേപ്പ് കാണിച്ചു തരുന്നു. അദ്ദേഹത്തിന്റെ അസ്തിത്വവും പ്രവർത്തനങ്ങളുമെല്ലാം ക്രിസ്തുവിന് വേണ്ടിയായിരുന്നുവല്ലോ. ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലും വിശുദ്ധ യൗസേപ്പ് മാതൃക കാണിച്ചു തരുന്നു. എല്ലാ ക്രിസ്തീയ സുഹൃത്തുക്കളും മാർ യൗസേപ്പിൽ പ്രശോഭിച്ചിരുന്നു. ദൈവസ്നേഹവും പരസ്നേഹവും അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ മാർ യൗസേപ്പ് പ്രാവർത്തികമാക്കി. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയുമായ ഒരു തീർത്ഥയാത്രയായിരുന്നു ആ ജീവിതം. മാർ യൗസേപ്പിന്റെ സേവനത്തിന് നമ്മെ തന്നെ നാം പ്രതിഷ്ഠിക്കണം. വന്യപിതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നത് ഏത് ലക്ഷ്യത്തിനു വേണ്ടി ആയിരുന്നുവോ അതേ ലക്ഷ്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈശോയെയും ദൈവമാതാവിനെയും സേവിക്കുകയും അതോടൊപ്പം നമ്മുടെ പിതാവിനെയും നാം അറിയുകയും സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. പിതാവിനെ ബഹുമാനിക്കുന്നവർക്ക് അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. മാർ യൗസേപ്പ് പിതാവിനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുവാൻ പരിശ്രമിക്കുകയും അവിടുത്തെ നേരെയുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അസാധാരണമായ സിദ്ധികളും ദാനങ്ങളും ലഭിക്കുന്നതാണ്. ആവിലാവിലെ വിശുദ്ധ ത്രേസ്യ, വിശുദ്ധ യൗസേപ്പിന്റെ ബ്രദർ അഡ്ര എന്നിവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഇതിന് ഉത്ബോധമത്രേ. മാർ യൗസേപ്പിനോട് അപേക്ഷിച്ചിട്ടുള്ളതൊന്നും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വിശുദ്ധ ത്രേസ്യ പ്രസ്താവിച്ചിട്ടുള്ളത്. അതിനാൽ ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ആത്മീകവും ഭൗതികവുമായിട്ടുള്ള അനേകം നന്മകൾ ലഭിക്കുന്നതിന് മാർ യൗസേപ്പിനോടുള്ള ഭക്തി അനുപോഷണീയമത്രേ. സംഭവം 1847 ആഗസ്റ്റ് മാസം മന്നാനത്ത് പ്രസ്താവിച്ചു. പ്രവർത്തനം തുടങ്ങിയതേയുള്ളൂ. ആശ്രമത്തിന്റെ പണിയും പുരോഗമിക്കുന്നു. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായി മന്നാനത്ത് മടങ്ങിയെത്തിയതേയുള്ളൂ. വിവിധ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കുകയാണ്. പ്രസ്സിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം, പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും കൈവശമില്ല.
കെവേന്തയിലെ പണിക്കാർക്ക് കൂലി കൊടുക്കണം. ഒരു വലിയ കടബാധ്യതയും ആശ്രമപ്പണി സംബന്ധിച്ചുള്ള കാലയളവാണ്. ചാവറയച്ചൻ്റെ വലിയ വിഷമത്തോടെ പള്ളിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആൾത്താർ ഇവിടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തുടർന്നുള്ള ഭാഗം ചാവറ കുര്യാക്കോസച്ചൻ്റെ വാക്കുകളിൽ തന്നെ ഇവിടെ പകർത്തുകയാണ്. വീണ്ടും ഇങ്ങു വന്നപ്പോൾ ശമ്പളം മുതലായി പല വക ചിലവിനും ഒരു ചക്രവുമില്ലാതെ ഈ കടം തീർക്കുന്നതിന് ഒക്കെയും കൊടുത്തുകൊണ്ടുപോയി. ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടി. മാർയോസേപ്പ് പുണ്യവാനോട് അപേക്ഷിച്ചു. ക്ലേശിച്ചിരിക്കുമ്പോൾ ദൈവസഹായത്തിൻ്റെ പ്രത്യക്ഷം പോലെ ചേർത്തിങ്കൽ പള്ളി ഇടവകക്കാരൻ നെല്ലിക്കാപ്പുഴ ഇട്ടി എന്നയാൾ വന്നു. ഞാൻ പള്ളിക്കാലത്ത് ഇക്കാര്യത്തെ കൊണ്ട് വിഷാദിച്ചു നിൽക്കുമ്പോൾ പറഞ്ഞു, ഞാൻ 500 ചക്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ആളെ അയച്ചാൽ 500 കൂടി കൊടുത്തയക്കാം എന്ന്. ഇത് കേട്ടപ്പോൾ ഉടൻ ശ്വാസം നേരെ വീഴുകയും ചെയ്തു. വിശുദ്ധ യൗസേപ്പിൻ്റെ സഹായം കൊണ്ട് ഉണ്ടായ ഇതുപോലുള്ള നിരവധി അനുഗ്രഹങ്ങൾക്ക് വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ്റെ ജീവിതം സാക്ഷ്യം നൽകുന്നുണ്ട്. ജപം. മഹാമധ്യസ്ഥനായ മാർയോസേപ്പെ, അങ്ങിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവരുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു കൊടുക്കുന്നു. അവരെ എല്ലാ വിപത്തുകളിൽ നിന്നും, പ്രത്യേകമായി ദുർമരണങ്ങളിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നതാണ്. തിരുസഭയുടെ പാലകനും സാർവത്രിക മധ്യസ്ഥനുമായ വന്യപിതാവേ, അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായും കന്യകാമ്മയെയും അങ്ങ് സംരക്ഷിച്ചതുപോലെ ദൈവജനത്തെ കാത്തു രക്ഷിക്കണമേ. തിരുസഭാഭിമുഖീകരിക്കുന്ന വിപത്തുകളെയും വിജയപൂർവം തരണം ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം അങ്ങേ ദിവകുമാരനായ ഈശോ മിശിഹായോട് പരിശുദ്ധ കന്യകയോടും അപേക്ഷിച്ചു ലഭിച്ചു തരണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം ഭരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ അറിഞ്ഞു പറയുമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. മനസ്സു പറയുമേ, തമ്പുരാനുമേ, പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴേ എന്നേക്കും. ആമേൻ. വിശുദ്ധ യൗസേപ്പിനോടുള്ള ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശ്വാസേപ്പേ, മഹാവിരക്തനായ വിശ്വാസേപ്പേ, മഹാവേഗിയായ വിശ്വാസേപ്പേ, മഹാധീരനായ വിശ്വാസേപ്പേ, അത്യന്തം അനുസരണമുള്ള വിശ്വാസേപ്പേ, മഹാവിശ്വസ്തനായ വിശ്വാസേപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃക, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, വിശ്വാസികളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കുക. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശ്വസ്തനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിൻ്റെ നാഥനായ പിതാവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനായിരിക്കണമേ. മാർ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ ജപം. എല്ലാ കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും പരിശുദ്ധമായ തിരുക്കുടുംബത്തിൻ്റെ നാഥനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മാർ യൗസേപ്പേ, ഈ കുടുംബത്തിൻ്റെയും തലവൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ. ഈ ക്ഷണം മുതൽ അങ്ങേ പിതാവും മധ്യസ്ഥനും മാർഗദർശിയുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകളും മറ്റെല്ലാം ഞങ്ങളുടെ ജീവനും മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണയിൽ ഞങ്ങൾ ഭാരമേൽപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് പുത്രനായിട്ട് സ്വീകരിക്കണമേ. ഞങ്ങളെ ആത്മശരീര ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ. എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ആൽബമായിരിക്കണമേ. ജീവിതകാലത്തും മരണാവസരങ്ങളിലും വഹിച്ചിരിക്കുന്ന ദൈവകുമാരനോട് പരിശുദ്ധ മണവാട്ടിയായ കന്യകാംബയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ സമൂഹത്തെ അങ്ങേക്ക് പ്രിയങ്കരമായി തീർക്കുക. ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാമെന്ന് ഈശോ മിശിഹായെയും ദൈവജനനെയും അങ്ങേയും വിശ്വസ്തപൂർവ്വം സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.